ശ്രീ ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ ഉപനയനം കഴിഞ്ഞ് അദ്ദേഹം സമാവർത്തനു മുമ്പ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക വിദ്യ അഭ്യസിക്കുന്ന കാലത്ത് ഉപനയനം കഴിഞ്ഞ് സമാവർത്തനം വരെയുള്ള വിദ്യ അഭ്യസിക്കുന്ന സമയത്ത് ഭിക്ഷ യാചിച്ച് ഓരോ കുടുംബങ്ങൾ പോയി ഭിക്ഷ യാചിച്ച് അതിൽ നിന്ന് കിട്ടുന്ന അരിയോ എന്തോ കാര്യങ്ങളൊക്കെ സ്വന്തമായി പാചകം ചെയ്ത് കഴിച്ച് വിദ്യ അഭ്യസിച്ച് പോകണമെന്നാണ് ഒരു എന്താ പറയുക ഉപനയനം കഴിഞ്ഞിട്ടുള്ള അന്നത്തെ കാലത്തെ ഒരു രീതി. അപ്പോൾ ശ്രീ ശങ്കരാചാര്യ ആവുന്നതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ എന്താ പറയുക ഉപനയനം കഴിഞ്ഞ് ഭിക്ഷ തേടിപ്പോയി ഒരു ഇല്ലത്ത് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അന്തർജനം, കാരണം വളരെ വളരെ ദാരിദ്ര്യമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ കുടുംബത്ത് ഒന്നുമില്ല. അപ്പോൾ ഭിക്ഷ യാചിച്ച് വരുന്ന ഒരാൾക്ക് ഭിക്ഷ കൊടുക്കാതിരിക്കാനും കഴിയില്ല. ആ സമയത്ത് എന്താ പറയുക അവിടെ ആകെ തപ്പി കിട്ടിയ ഒരു നെല്ലിക്ക ശങ്കരാചാര്യ സ്വാമികൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഒരു കഷ്ടപ്പാട് കണ്ടു കഴിഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ചൊല്ലിയതാണ് കനകധാര സ്തവം എന്നാണ് പറയുക. അതിനുശേഷം സ്വർണം ധാരാളമായി വന്നു എന്നും ധാരാളമായി സ്വർണം വർഷിച്ചു എന്നും അതുകൊണ്ട് ആ കുടുംബത്തിന് വളരെയധികം ധാരാളമായിട്ടുള്ള എന്താ പറയുക അഭിവൃദ്ധി ഉണ്ടായെന്നൊക്കെ കഥകളിലുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇതിൽ ഈ കനകധാര സ്തോത്രം നമ്മൾ യഥാർത്ഥത്തിൽ വായിക്കേണ്ടത് തന്നെയാണ്. ഭഗവാൻ അതിൽ പറയുന്ന അല്ലെങ്കിൽ ശ്രീ ശങ്കരാചാര്യ അതിൽ എഴുതിയിരിക്കുന്ന ആ ശ്ലോകങ്ങളിലൊക്കെ പറയേണ്ടത് ഈ കഷ്ടപ്പാട് വളരെ ബുദ്ധിമുട്ടായി ബാക്കി വന്ന ആ അന്തർജനത്തിന് കൊടുക്കുന്ന കുറേ ഉപദേശങ്ങളാണ്. മഹാലക്ഷ്മിയെ എങ്ങനെ സ്മരിക്കണം, മഹാലക്ഷ്മി എന്നുള്ളത് ഐശ്വര്യമാണ്, ഈ ഐശ്വര്യം ഉണ്ടാവണം, ഈ ബുദ്ധിമുട്ടാണ് എന്നുള്ള നിങ്ങളുടെ ചിന്ത തന്നെ ആദ്യം വെടിയണം. നിങ്ങൾക്ക് എന്തെല്ലാം കഴിവുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം. എങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനമുണ്ടാവും, അഭിവൃദ്ധി ഉണ്ടാവും. ഇങ്ങനെ ഒരു കുടുംബം ഏത് തരത്തിൽ അഭിവൃദ്ധിയിലേക്ക് പോകണമെന്നുള്ളതിനെപ്പറ്റി വളരെ വിസ്തരിച്ച് ഭഗവാൻ അല്ലെങ്കിൽ ശങ്കരാചാര്യർ അവിടെ ഒരു ശ്ലോകമായിട്ട് ചൊല്ലിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് ചൊല്ലിയപ്പോഴേ മുകളിൽ നിന്ന് സ്വർണ്ണ നെല്ലിക്കകളിങ്ങനെ ധാരധാരയായിട്ട് വീണു എന്ന് പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ രീതികൾ അനുസരിച്ചിട്ട് അവർ പെരുമാറിക്കഴിഞ്ഞപ്പോൾ അവർക്ക് സ്വർണത്തിന് തുല്യമായിട്ട് ഇങ്ങനെ ധാരധാരയായിട്ട് അഭിവൃദ്ധി ഉണ്ടായി എന്നുള്ളത് വളരെ നിജമായിട്ടുള്ള കാര്യമാണ്. കാരണം ആ കുടുംബം ഇന്നും വളരെ പ്രശസ്തമായിട്ട് തന്നെയുണ്ട്.